المهل يشوي الوجوه بئس الشراب وساءت مرتفقا إنا أعتدنا للظالمين نارا അക്രമികളായ ആളുകൾക്ക് നാം നരകമൊരുക്കി വെച്ചിട്ടുണ്ട്. ആ നരകത്തിന്റെ കൂടാരങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. അവര് സഹായം തേടിയാൽ ഒരു വെള്ളം കൊണ്ട് അവരെ സഹായിക്കപ്പെടും. വെള്ളത്തിന് ചോദിക്കുമ്പോ ഒരു വെള്ളം കൊണ്ടവരെ സഹായിക്കപ്പെടും. എങ്ങനത്തെ വെള്ളമാണ്? കൽമുഹ്ലി, മുഹ്ല് പോലത്തെ ഒരു വെള്ളം. മുഹ്ല് പോലെ ഉണ്ടാവും ആ വെള്ളം. എന്താ കൂട്ടരെ മുഹ്ല് എന്ന് പറഞ്ഞാൽ? ഞാൻ വിശദീകരിക്കണ്ട, ഖുർആൻ വിശദീകരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കട്ടെ. തുർമുദി തങ്ങളുടെ സുനൽ മുതല്ലിമീങ്ങളെ ഈ ഹദീസ് കാണാം. വഅൻ നബി സഈദ് റളിയല്ലാഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖൗലിഹി കൽ മുഹൽ. മുഹ്ലി എന്ന പദത്തെക്കുറിച്ച് ഹദീസിൽ വിശദീകരണം കാണാം. എന്താണ് മുഹ്ലി എന്ന് പറഞ്ഞാൽ? എണ്ണയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന കറുത്ത കീടം കണ്ടില്ലേ, അതുപോലത്തെ വെള്ളമാണ് മുഹ്ലി എന്ന് പറയുന്ന വെള്ളമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എണ്ണയുടെ അടിയിൽ കാണുന്ന കീടം പോലത്തെ വെള്ളം, ആ വെള്ളം കുടിച്ചാൽ എന്താ ഉണ്ടാവുക? ഖുർആൻ പറഞ്ഞത് യശ്വിൽ വുജൂഹ്, യശ്വി, അത് കരിച്ചു കളയും, അൽ വുജൂഹ, മുഖങ്ങളെ, മനുഷ്യ ശരീരത്തെ ആ വെള്ളം ഇങ്ങനെ അരികിൽ കൊണ്ടുപോകുമ്പോഴേക്ക് മുഖം കരിഞ്ഞു പോകും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഇനി പുണ്യനബി പറയുന്നു ഫൈദാ ഖറബഹു ഇലാ വജ്ഹിഹി, ആ വെള്ളം ഒരു മനുഷ്യൻ ഒരുത്തന്റെ മുഖത്തേക്ക് അങ്ങ് അടുപ്പിച്ചാൽ സഖതത് ഫർവതു വജ്ഹിഹി ഫീഹി, അവന്റെ മുഖത്തുള്ള മാംസം അവന്റെ കോപ്പയിലേക്ക് അടർന്നങ്ങ് വീണുപോകുമെന്ന് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് വെള്ളവും ഖുർആനിലുള്ളതാണ്. ഹദീസിൽ വേറെ വെള്ളങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ പറയാം. അതുകൊണ്ട് ആ നരകത്തെ പേടിച്ചോ. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, അങ്ങനെ ആരും വിചാരിക്കല്ല. ഈ നരകത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ചില പ്രതീക്ഷകളുണ്ട്. എന്താ നമ്മൾക്കുള്ള പ്രതീക്ഷ? എന്താണ്? നമ്മളത്ര മോശക്കാരല്ല, നമ്മൾ മോശക്കാരല്ല. കാരണം അല്ലാഹു തആല വലിയ അംഗീകാരം നമ്മൾക്ക് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ നടക്കുന്നവരാണ്. നമ്മൾ അല്ലാഹുവിന്റെ ദീൻ വിശ്വസിച്ചവരാണ്, അവന്റെ മഹാന്മാരെ ആദരിക്കുന്നവരാണ്. ഈ മഴയത്ത് പോലും ഈ മജ്ലിസിൽ വരാൻ നമ്മൾക്ക് കാരണമായത് അല്ലാഹുവിന്റെ ഒരു മഹാനോടുള്ള സ്നേഹവും മഹബ്ബത്തുമാണെങ്കിൽ ഈ മഹബ്ബത്ത് തന്നെ മതി നമ്മൾക്ക് സ്വർഗം വാങ്ങാൻ. അതിനാണ് മഹാന്മാരെ സ്നേഹിക്കുന്നത്. എന്തിനാ ഔലിയാക്കളെ സ്നേഹിക്കുന്നത്? എന്തിനാ മഹാന്മാരെ ബഹുമാനിക്കുന്നത്? അവരുടെ കൂടെ നമ്മൾക്കും അങ്ങ് രക്ഷപ്പെടാനാണ്. നമ്മൾക്കൊരൊറ്റ വാക്ക് മതി, അന്ത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയായിരിക്കും നീ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറുപ്പക്കാരെ, മഹാന്മാരെ സ്നേഹിച്ചോ, ഔലിയാഇനെ സ്നേഹിച്ചോ, ആലിമീങ്ങളെ സ്നേഹിച്ചോ, അവർ പഠിപ്പിച്ചു തന്നത് അംഗീകരിച്ചോ, അവർ കാണിച്ചു തന്നത് ചെയ്തോ. അവിടെ ഇവിടെയൊക്കെ മുളച്ചു പൊങ്ങുന്ന കപടന്മാരുടെ പിറകെ നീ പോവല്ല. ഇവിടെ അള്ളാഹുവിന്റെ മഹാന്മാരായ സാദാത്തുക്കളാണ്. ഒരുപാട് ഔലിയാക്കൾ, മഹാന്മാരായ ആളുകൾ, അവരൊക്കെ വന്ന് സിയാറത്ത് ചെയ്യുന്ന കേന്ദ്രമാണ് ദുഗലെടുക്കയിലെ മഖാം. എന്താണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന ആളുടെ പത്രാസ്? വലിയ മഹാനാണെന്നതിന്റെ പുറമെ അഹ്ലുബൈത്തിൽപ്പെട്ട മഹാനുമാണ്. ഗൗസുൽ ആലമിന്റെ പ്രത്യേകത ഖാലി മുഹമ്മദ് റഹിമഹുല്ലാ മാലയിൽ പറയുന്നത് സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദാവർ തായും ബാവയും ആണോവർ. മഹാനായ ഗൗസുൽ ആലമിന്റെ ഒരു പ്രത്യേകത സുൽത്താനുൽ ഔലിയ, ഔലിയാക്കന്മാരുടെ സുൽത്താനാണ്. ഇവിടെ മറവട്ട് കിടക്കുന്ന മഹാൻ നിരവധി കറാമത്തുകളുള്ള ഒരു വലിയാണ്.
പിന്നെ ഗൗസുൽ ആലമിന്റെ പ്രത്യേകത എന്താണ്? സയ്യിദാവർ തായും ബാവയും ആണോവർ. ഗൗസുൽ ആലമിന്റെ ഉമ്മയും ബാപ്പയും രണ്ടും സയ്യിദന്മാരാ, രണ്ടും അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. മഹാനായ ഫഖ്റുദ്ദീൻ തങ്ങളുടെ രണ്ട് കുടുംബവും അഹ്ലു ബൈത്തിൽപ്പെട്ടതാണെന്ന് കണ്ടു. അപ്പൊ വലിയ പോരിശയാണ്. നമ്മൾ അവരെ ബഹുമാനിക്കൽ നമ്മുടെ കടമയാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വല്ല വിഷമവും വന്നാൽ, ഇതൊക്കെ ഞാൻ പറയുന്നത് ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്. ഗൾഫിലേക്ക് പോകുമ്പോ ബദർ മൗലിദൊക്കെ ഓതിയിട്ടാണ് പോയത്. അവിടെ റൂമിലിരിക്കുമ്പോ ആരോ 2 CD കൊണ്ടുവന്ന് തന്നു. അത് കേട്ടത് മുതൽ പിന്നെ ബദർ മൗലിദ് വേണ്ട, മങ്കൂസ് മൗലിദ് വേണ്ട, അതൊക്കെ പഴഞ്ചനായി മാറി. ആ സ്വഭാവം ഇന്ന് വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കണ്ട അണ്ടനും അടകോടനും പറയുന്നത് കേട്ടിട്ട് അത് ദീനാണെന്ന് തോന്നണ്ട. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വല്ല വേദനയും വന്നാൽ എന്താ ചെയ്യുന്ന പണി എന്നറിയോ? ഒന്ന് രാത്രി പോയിട്ട് നഫീസത്തുമാല ഒന്ന് പാടി നോക്ക്. ജിഗവരാം ശാഫിഈ ഇമാം എപ്പോഴും ആടൂത്തെ ചെയ്തിടിക്കും തേട്ടം ഹാദി സേറയാൽ താരീത്തെ മികവരിൽ ദീനം ഭവിക്കൂൽ ബീവിയോരിടത്തെ വിട്ടിടും ആളെ ശിഫാക്ക് തേട്ടമിൻ ഫാലത്തെ. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞാൽ ആരാണ്? ചില്ലറക്കാരനല്ല. ചെറിയ പ്രായത്തിൽ ഖുർആൻ മനപ്പാടമുള്ള ഹാഫിളാണ്. ഓർമ്മ വെച്ച നാളു മുതൽ ഓരോ ദിവസവും 1 ഖത്മ് ഖുർആൻ ഓതുന്ന മഹാനാണ്. റമളാനിൽ 2 ഖത്മ് ഖുർആൻ ഓതുന്ന മഹാനാണ്. ലക്ഷക്കണക്കിന് ഹദീസിൽ അവഗാഹമുള്ള മഹാനാണ്. ഇമാം ഷാഫി തങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോയ സംഭവം ചരിത്ര കിതാബുകളിൽ കാണാം. മുതഅല്ലിമീങ്ങളെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ നിർമ്മാണത്തിൽപ്പെട്ട കിതാബാണ് കിതാബുൽ മുവത്ത എന്ന പേരിൽ ഇന്നും ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കിതാബാണ് കിതാബുൽ മുവത്ത. ആ കിതാബുൽ മുവത്ത രചിച്ച മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി ഷാഫി ഇമാം ചെന്നപ്പോ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന, മോനെ, എന്റെ കരങ്ങളാൽ എഴുതപ്പെട്ട ഒരു കിതാബുണ്ട്, ആ കിതാബ് ഓതിയിട്ട് തുടങ്ങിക്കോ. കിതാബുൽ മുവത്ത ഇവിടെ ഇരുന്നിട്ട് അങ്ങ് ഓതിക്കോ. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? ഉസ്താദേ, ആ കിതാബ് ഹിഫ്ളാക്കിയിട്ടാണ് ഞാൻ അങ്ങയെ കാണാൻ വരുന്നത്, അത് ഓതി മനപ്പാടമാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ആ മഹാനാണ് ഇമാം ഷാഫി തങ്ങൾ. ആ ഷാഫി ഇമാമിന് വല്ല രോഗവും വന്നാൽ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? നഫീസ ബീവിയുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞേക്കും, സൈനുൽ ആബിദീൻ തങ്ങളെ പോയിട്ടൊന്ന് കാണുമോനെ, ഫഖ്റുദ്ദീൻ തങ്ങളുടെ മഖബറ ഒന്ന് സിയാറത്ത് ചെയ്യ്. ഇതിന്റെ അടിസ്ഥാനം നമ്മുടെ നേതാവ് ഷാഫി ഇമാം പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് അതൊന്നും ചെറുതല്ല. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു മഹാനവർകൾ വഫാത്തിന്റെ രോഗത്തിൽ കിടക്കുന്ന രാത്രി മഹാനവർകൾ തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു കോഴിക്കോട് ശൈഖ് വള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അലാഉദ്ദീനുൽ ഹിംസി റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ സിയാറത്ത് ചെയ്യാൻ. ആ ഒരു ബന്ധം നല്ലതാണ്. അപ്പോൾ മഹാന്മാരെ സ്നേഹിക്ക്, ഔലിയാഇനെ സ്നേഹിക്ക്, അവരുടെ മസാറുകളിൽ അവർ പഠിപ്പിച്ചു തന്നതുപോലെ സിയാറത്ത് ചെയ്യ്. അനാദരവ് കാണിക്കല്ല. ശിർക്കായി പോകുന്ന കാര്യങ്ങളൊന്നും നമ്മളാരും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യല്ല. നല്ല നിലയിൽ അവരെ ബഹുമാനിച്ച് അവരുടെ കൂടെ കൂടിയാൽ അതുതന്നെ മതി നമ്മൾക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു തആല അത്തരക്കാരിൽ നമ്മളെയൊക്കെ പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തം, മഹാന്മാരുടെ പൊരുത്തത്തിൽ ജീവിക്കാൻ അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ. വെള്ളിയാഴ്ച രാവായതുകൊണ്ട് ചെറിയ ഒരു ദുആയെ ഞാൻ നടത്തുന്നുള്ളൂ. ആ ചെയ്യുന്ന ദുആ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് തന്നെ മതിയല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്.
صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ലോകരക്ഷിതാവായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ, ഈ സാധുക്കൾ ഇവിടെ ഒത്തുകൂടിയത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെട്ട ഒരു മഹാനെ സ്നേഹിക്കാനും അവിടുത്തെ പൊരുത്തം വാങ്ങാനുമാണ് ഞങ്ങൾ ഇവിടെ ഒത്തുകൂടിയത്. അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, നിൻ്റെ മഹാന്മാരുടെ ഹക്ക് കൊണ്ട്, അവരുടെ ബറക്കത്ത് കൊണ്ട്, അവർക്ക് നീ കൊടുത്ത മഹത്വത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഈ സാധുക്കളെയും നീ സ്നേഹിക്കണം. നീ കൈവിടരുതേ തമ്പുരാനെ. പടച്ച റബ്ബേ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായി വന്നുപോയ സർവ്വ അബദ്ധങ്ങളും മാപ്പാക്കി തരണേ റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കണം റബ്ബേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണേ റഹ്മാനെ. കണ്ണിന് കുളിർമ നൽകുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. പഠിച്ചവനെ, നീ വലിയ വലിയ രോഗങ്ങളൊക്കെ തന്നാൽ അതൊന്നും സഹിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പാവങ്ങളാണ്, സാധുക്കളാണ്. ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, ഹാർട്ട് അറ്റാക്ക് കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, കിഡ്നിയുടെ രോഗം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, കരൾ മുറിച്ചു മാറ്റുന്ന രോഗം തരല്ല അല്ലാ, കയ്യും കാലും ഒക്കെ മുറിച്ചു മാറ്റുന്ന രോഗം തരല്ല അല്ലാ, നജസ് ശരീരത്തിൽ ഉറ്റി വീഴുന്ന രോഗം തരല്ല അല്ലാ. പടച്ചവനെ, പള്ളിയിൽ പോക്ക് മുടങ്ങിപ്പോവുന്ന രോഗമൊന്നും തരല്ല അല്ലാ. യജമാനനായ റബ്ബേ, ബുദ്ധിയുടെ സമനില തെറ്റിപ്പോവുന്ന രോഗങ്ങളൊന്നും തരല്ല അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ചീത്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. നിന്റെ മണ്ണിൽ നിന്റെ സുജൂദിലായിട്ട് വീണ നെറ്റി മോർച്ചറിയിൽ കൊത്തിപ്പൊളിക്കുന്ന മയ്യത്തുകളാക്കല്ല അല്ലാ. ആത്മഹത്യ പോലുള്ള ദുരന്തങ്ങളിൽ പെടുത്തല്ല റബ്ബേ. പഠിച്ചവനെ, ഒരുപാട് കാലം അന്തസ്സോടെ ഇസ്സത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ നിന്റെ ത്വാഴത്തിലായി നീ ഞങ്ങൾക്ക് ദീർഘായുസ് തരണം റഹ്മാനെ. അവസാനം മരണം ഹൈറാവുന്ന സമയത്ത് നിന്റെ മലക്ക് വന്ന് ഞങ്ങളെ അങ്ങ് കൊണ്ടുപോകുമ്പോൾ നീ ഞങ്ങളെ ഹൈറിൻ്റെ മജ്ലിസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ നാവിൽ ഹൈറുൽ കലാമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് കളിക്കുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടുപോവണേ അല്ലാ. പിഴച്ച മരണം തരല്ല അല്ലാ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുന്നേ പല പ്രാവശ്യമായി ഞങ്ങളുടെ കരളായ, ഞങ്ങളുടെ മനസ്സിൻ്റെ തേട്ടമായ, ഞങ്ങളുടെ ആശാകേന്ദ്രമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. പടച്ചവനെ, അവിടുത്തെ തിരുക്കൈയിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അവിടെ വെച്ചുകൊണ്ട് പോടാ പോടാ എന്ന് പറഞ്ഞ് ആട്ടിക്കളയുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ലേ പടച്ചവനെ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ഖാദിമീങ്ങളാക്കി തരണേ റഹ്മാനേ. ഏറെ പറയാതെ ഞങ്ങളുടെ ഉള്ളും പുറവും വായിക്കുന്ന റബ്ബേ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തരണം റഹ്മാനേ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ശർറായതൊക്കെയും ഞങ്ങളിൽ നിന്ന് നീ തട്ടിക്കളയണം റബ്ബേ. സ്വർഗം ചോദിക്കാനുള്ള ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല. എന്നാലും പടച്ചവനെ, നിന്റെ ഹബീബായ നബിയെ മുൻനിർത്തി അവിടുത്തെ മേൽ ചൊല്ലിയ സ്വലാത്തും ഇവിടെ അർപ്പിക്കപ്പെട്ട സ്വതഖയും അതേപോലെ ഇവിടെ മറപെട്ട് കിടക്കുന്ന വലിയനെയും മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ, നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ. 3 തവണ അങ്ങനെ പറഞ്ഞാൽ പിന്നെ സ്വർഗം അത് ഏറ്റെടുക്കുമെന്ന ഹദീസ് ഓതിയ മജ്ലിസിൽ ഞങ്ങളെ സ്വർഗം ഏറ്റെടുക്കുന്ന ആളുകളിൽ പെടുത്തി തരണേ അല്ലാ.
നരകത്തിലെ വിറകുകൊള്ളികളാക്കല്ല അല്ലാ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ, നരകം ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.